ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി. ജയിൽ വകുപ്പിന്റെ ശിക്ഷ ഇളവിനായി സർക്കാർ നൽകിയ പട്ടികയിൽ മുഹമ്മദ് നിസാമും. നിസാമിനെ വീണ്ടും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് കാപ്പ ഒഴിവാക്കിയ ശേഷം. നിസാമിന് ശിക്ഷ ഇളവ് നൽകാൻ ശ്രമം നടന്നതായുള്ള വാർത്ത ആദ്യം പുറത്തെത്തിച്ചത് TCV. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിന് ലക്കിടി കേസിൽ ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. കേസ് ഡയറിയിൽ മതിയായ തെളിവില്ലാതെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് കോടതി. ലഹരി വസ്തുക്കളെയും അക്രമങ്ങളെയും മഹത്വവൽക്കരിക്കുന്ന സിനിമകൾ പുതുതലമുറയെ ദോഷകരമായി സ്വാധീനിക്കുന്നു. ഇളം മനസ്സുകളെ സ്വാധീനിക്കുന്നത് സിനിമകളിലെ അരാജകത്വം വിളംബരം ചെയ്യുന്ന സന്ദേശങ്ങൾ. തളിക്കുളം സുനാമി പുനരധിവാസ കോളനിയിലെ വീടുകളിലൊന്ന് 2 ദിവസത്തിനകം വാടാനപ്പള്ളി സ്വദേശി സുജിത്തിന് കൈമാറും. നടപടി TCV വാർത്തയെ തുടർന്നു. സമൂഹത്തിൽ നേരിന്റെ ഒളിക്യാമറകളായി വൃദ്ധരും പെൻഷൻകാരും മാറണമെന്ന് CPM ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ. കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഇല്ലാതായതാണ് സമൂഹത്തിൽ പല രൂക്ഷമായ പ്രശ്നങ്ങൾക്കും കാരണമെന്നും രാധാകൃഷ്ണൻ. തൃശൂർ നടുവിലാൽ പരിസരത്ത് വീണ്ടും ഫ്ലക്സ് ബോർഡുകളുടെ പ്രളയം. കാഴ്ച മറയ്ക്കും വിധം ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കരുതെന്ന നിർദ്ദേശം അവഗണനയിൽ. TCV തേർഡ് ആയി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ജയിൽ വകുപ്പിന്റെ ശിക്ഷാ ഇളവിനായി സർക്കാർ നൽകിയ പട്ടികയിൽ മുഹമ്മദ് നിസാമും. നിസാമിന് ശിക്ഷാ ഇളവ് നൽകാൻ ശ്രമം നടന്നതായുള്ള വാർത്ത ആദ്യം പുറത്തെത്തിച്ചത് TCV. നിസാമിന് ശിക്ഷാ ഇളവ് നൽകി പുറത്തു കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നതായുള്ള വാർത്ത TCV നൽകിയത് കഴിഞ്ഞ ഫെബ്രുവരി 21-നാണ്. ജയിൽ പുള്ളികൾക്കുള്ള ശിക്ഷാ ഇളവിനായി സർക്കാർ നൽകിയ പട്ടികയിൽ നിസാമിന്റെ പേരും ഉൾപ്പെടുത്തിയതായി TCV 1 മാസം മുമ്പേ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജയിൽ മോചനത്തിനുള്ളവരെയും ശിക്ഷാ ഇളവിനുള്ളവരെയും ഉൾപ്പെടുത്തിയ 1850 പേരുടെ ലിസ്റ്റാണ് സർക്കാർ ഗവർണർക്ക് കൈമാറിയത്. എന്നാൽ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്ന സംശയത്തെ തുടർന്ന് അന്ന് ലിസ്റ്റ് ഗവർണർ മടക്കുകയായിരുന്നു. ശിക്ഷാ കാലയളവിൽ മനപരിവർത്തനം വന്നവരുടെയും നല്ല നടപ്പും നോക്കിയാണ് ശിക്ഷാ ഇളവിനുള്ള ലിസ്റ്റിൽ പരിഗണിക്കുക. ആദ്യ ലിസ്റ്റിൽ നിസാം ഉൾപ്പെട്ടിരുന്നുവെങ്കിലും കാപ്പ ചുമത്തിയതിനാൽ ഇളവ് നൽകാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. പിന്നീടുള്ള ലിസ്റ്റിൽ നിസാമിനെതിരെ കാപ്പ ഒഴിവാക്കിയതായി ജയിൽ വകുപ്പ് നൽകിയ വിവരാവകാശ രേഖയിൽ പറയുന്നു. മനസാക്ഷിയെ ഞെട്ടിച്ച ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി നിസാമിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനായി ഉന്നതരുടെ ചരടുവലി തുടരുകയാണ്. ശിക്ഷാ കാലയളവിൽ പോലും ഫോണിൽ വധഭീഷണി മുഴക്കിയതിന് കേസുള്ള നിസാമിനെ ശിക്ഷാ ഇളവ് ലിസ്റ്റിൽ പരിഗണിച്ചതിന് പിന്നിലെ കാരണവും ഈ ചരടുവലി തന്നെ. നിസാമിനു വേണ്ടി ചില രാഷ്ട്രീയ നേതാക്കൾ നേരിട്ട് കരുക്കൾ നീക്കിയെന്നതാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന. TCV തൃശൂർ. ജയിൽ പുള്ളികൾക്കുള്ള ശിക്ഷാ ഇളവിനായി സർക്കാർ നൽകിയ പട്ടികയിൽ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ള കൊടും കുറ്റവാളികൾ. വിവരാവകാശ നിയമപ്രകാരം ജയിൽ വകുപ്പിൽ നിന്ന് ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമായത്. TP കേസിലെ 11 പ്രതികളായ കൊടിസുനി, KC രാമചന്ദ്രൻ, കുഞ്ഞനന്ദൻ, സിജിത്ത്, റഫീഖ്, അനൂപ്, മനോജ് കുമാർ, രജീഷ്, മുഹമ്മദ് റാഫി, ഷിനോജ് എന്നിവരുടെ പേരുകൾ പട്ടികയിലുണ്ടായിരുന്നു. കല്ലുവാതുക്കൽ കേസിലെ മണിച്ചൻ, ഗുണ്ടാ നേതാവ് ഓം പ്രകാശ്, കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ എന്നിവരും പട്ടികയിലുണ്ടായിരുന്നു. തടവുകാരിൽ സൽസ്വഭാവികളെന്ന് കാട്ടി 2262 പേരുടെ പട്ടികയാണ് ജയിൽ ADGP അനിൽകാന്ത് കഴിഞ്ഞ നവംബറിൽ ശിക്ഷാ ഇളവിന് പരിഗണിക്കാൻ ആഭ്യന്തര വകുപ്പിന് കൈമാറിയത്. സുപ്രീംകോടതി മാനദണ്ഡപ്രകാരം ഇവരിൽ നിന്ന് യോഗ്യരായവരെ തിരഞ്ഞെടുക്കാൻ സർക്കാർ 3-അംഗ ഉപസമിതിയെയും നിയോഗിച്ചു. എന്നാൽ തടവുകാരെ സംബന്ധിച്ച കോടതി വിധികൾ പരിശോധിക്കാതെയും രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയുമാണ് സമിതി 1850 പേരുടെ അന്തിമ പട്ടിക നൽകിയത്. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ലക്കിടി ലോ കോളേജിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിലാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. PRO സഞ്ജിത്ത് വിശ്വനാഥനും മുൻകൂർ ജാമ്യം അനുവദിച്ചു. കൃഷ്ണദാസ് 1 ലക്ഷം രൂപ കെട്ടിവെക്കണം. കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെയും പോലീസിനെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. കേസ് ഡയറിയിൽ മതിയായ തെളിവില്ലാതെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് കോടതി പരാമർശിച്ചു. പരാതിക്കാരന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും കോടതി പറഞ്ഞു. തിടുക്കത്തിൽ അറസ്റ്റ് നടത്തിയത് കേസ് ഡയറിയിലില്ല. അറസ്റ്റിന് ശേഷമാണ് ജാമ്യമില്ല വകുപ്പ് എഴുതി ചേർത്തതെന്നും കോടതി പറഞ്ഞു. ഇതേസമയം കൃഷ്ണദാസിനെ സഹായിക്കാൻ FIR-ൽ മനഃപൂർവ്വം വീഴ്ച വരുത്തിയെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു. ഇതേ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ പഴയന്നൂർ ASI ജ്ഞാനശേഖരനെ സസ്പെൻഡ് ചെയ്തു.
വിദ്യാർത്ഥിയെ മർദ്ദിച്ചുവെന്ന കേസിലെ പ്രതികളായ നെഹ്റു കോളേജ് ചെയർമാൻ പി കൃഷ്ണദാസ്, ഗോവിന്ദൻകുട്ടി, വത്സകുമാർ എന്നിവരെ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകിയതിനെ തുടർന്നാണ് പ്രതികളെ ഹാജരാക്കിയത്. എന്നാൽ ഹൈക്കോടതി വിധി വന്നതോടെ വടക്കാഞ്ചേരി കോടതി തുടർ നടപടികൾ എടുക്കാതെ പ്രതികളെ തിരികെ വിയൂർ ജയിലിലേക്ക് അയച്ചു. ഹൈക്കോടതിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതോടെ പ്രതികളെ മോചിപ്പിക്കും. ഇനി TCV ന്യൂസ് ക്യാമ്പയിൻ ചിറകറ്റ പട്ടങ്ങൾ. ലഹരി വസ്തുക്കളെയും അക്രമങ്ങളെയും മഹത്വവൽക്കരിക്കുന്ന സിനിമകൾ പുതുതലമുറയെ ദോഷകരമായി സ്വാധീനിക്കുന്നു. സിനിമയുടെ ഗുണഫലങ്ങളെക്കാളേറെ ഇളം മനസ്സുകളെ സ്വാധീനിക്കുന്നത് സിനിമകളിലെ അരാജകത്വം വിളംബരം ചെയ്യുന്ന സന്ദേശങ്ങളാണ്. ഇവിടുത്തെ മാറ്റനും കുട്ടികളും പ്രിൻസിപ്പളും അറിയേണ്ടത്, ജനാൽക്കലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മായാവിനോദിനി കാലുവഴുതി താഴേക്ക് വീണു എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഫാസിലിന്റെ എന്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമ പുറത്തിറങ്ങിയ ഘട്ടത്തിൽ ആ സ്വാധീനം ഉൾക്കൊണ്ട് 3 പെൺകുട്ടികൾ ഹോസ്റ്റൽ വിട്ടിറങ്ങിയ സംഭവം ഏറെ ചർച്ചാ വിഷയമായി മാറിയിരുന്നു. സിനിമയിലെ ആത്യന്തിക സന്ദേശങ്ങളെക്കാൾ ഇളമനസ്സുകളെ സ്വാധീനിക്കുന്നത് അവയിൽ ആഘോഷിക്കപ്പെടുന്ന തെറ്റായ സന്ദേശങ്ങൾ തന്നെയാണ്. പഴയ കൂട്ടുകാർ വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടി കഞ്ചാവ് വലിച്ച സ്കൂൾ അനുഭവത്തിലേക്ക് മടക്കയാത്ര ചെയ്യുന്ന സിനിമ കഞ്ചാവിനെയും ലഹരിയെയും മഹത്വവൽക്കരിക്കുന്നതാണെന്ന വിമർശനം അടുത്തിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇത് ഇടുക്കി ഗോൾഡാണ് അളിയ. ശിവം മുതൽ ചെഗ്വാര വരെ വലിച്ചിരുന്ന സ്വർണ്ണപ്പുക. പ്രേമം എന്ന സിനിമയിലെ രീതികൾ തെറ്റായി അനുകരിച്ച് കോളേജിൽ സംഘടിപ്പിച്ച ഓണാഘോഷം ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമാക്കിയത് മലയാളിക്കിനിയും മറക്കാൻ സമയമായിട്ടില്ല. കടവി രഞ്ജിത്തിനെ പോലെയുള്ള ഗുണ്ടാ നേതാക്കൾക്ക് ഫാൻസ് അസോസിയേഷനുകളുള്ള നാട്ടിൽ കമ്മട്ടിപ്പാടവും അങ്കമാലി ഡയറീസുമെല്ലാം സ്വീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ കൗമാര മനസ്സുകളെ അത്തരം ചലച്ചിത്രങ്ങൾ ഏതുവിധത്തിൽ സ്വാധീനിക്കുന്നുവെന്നതുകൂടി പൊതുസമൂഹം ഉറക്കെ ചിന്തിക്കേണ്ടതുണ്ട്. പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു സൂപ്പർ താര ചിത്രത്തിന്റെ ട്രെയിലർ ഒരു കൊച്ചു പെൺകുട്ടി തോക്ക് കൈകാര്യം ചെയ്യുന്നതിനെ മഹത്വവൽക്കരിക്കുന്ന വിധത്തിലുള്ളതാണ്. Walter PPQ, Swiss made. You want to try? നായിക കഥാപാത്രത്തെ മഹത്വവൽക്കരിക്കാൻ സ്ത്രീ കഥാപാത്രത്തെ അധിക്ഷേപിക്കുന്ന ഡയലോഗുകളും കഥാപാത്രങ്ങളും ഇനി ചെയ്യില്ലെന്ന് പൃഥ്വിരാജിന് പറയാൻ തങ്ങളുടെ ഒരു സഹപ്രവർത്തകയ്ക്കുണ്ടായ ദുരനുഭവം വേണ്ടിവന്നു. സിനിമാ നടിക്കുണ്ടായ ദുരന്തത്തിൽ വാചാലരായവർ തങ്ങൾ മൂലം സമൂഹത്തിനുണ്ടാകുന്ന തെറ്റായ സ്വാധീനങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും തെറ്റുതിരുത്താനും ആർജവം കാണിക്കേണ്ടതല്ലേ? സമൂഹത്തിലുണ്ടാകുന്ന അതിക്രമങ്ങളും അരാജക പ്രവണതകളുമാണ് സിനിമയിൽ പ്രതിഫലിക്കുന്നതെന്ന ന്യായവാദത്തിനപ്പുറം വാചകമടികൾക്കും ബ്ലോഗെഴുത്തിനും ഫേസ്ബുക്ക് പ്രതികരണങ്ങൾക്കുമപ്പുറം പുതുതലമുറയെയും സ്ത്രീകളെയും കുട്ടികളെയും ദോഷകരമായി സ്വാധീനിക്കുന്ന ചലച്ചിത്ര സംരംഭങ്ങൾ ഒഴിവാക്കുമെന്ന് പറയാനുള്ള നട്ടല് ഇക്കൂട്ടർ കാട്ടിയാലേ സമൂഹത്തിനോടുള്ള കലാകാരന്റെ ഉത്തരവാദിത്തം അല്പമെങ്കിലും നിറവേറ്റിയെന്ന് പറയാനാകൂ. ന്യൂസ് ഡെസ്ക് TCV. ബ്ലോഗെഴുത്തിന്റെ പേരിൽ ഏറെ പഴികേട്ട മോഹൻലാലിന്റെ പുതിയ ബ്ലോഗ് സമൂഹത്തിന്റെ ക്രൂരതയ്ക്കിരയാകുന്ന കുരുന്നുകൾക്ക് വേണ്ടിയുള്ളതാണ്. പരാജയങ്ങൾക്കും പീഡനങ്ങൾക്കും മുൻപിൽ മരണമെന്ന എളുപ്പവഴി തേടാതെ ധീരരായി പ്രതിരോധിക്കുന്നവരാകാനാണ് മലയാളത്തിന്റെ പ്രിയ നടന്റെ ആഹ്വാനം. കുട്ടികൾക്ക് കണ്ണീരോടെ കൈലാഷ് സത്യാർത്ഥിക്ക് നൊബേൽ സമ്മാനം കിട്ടിയത് മോഹൻലാൽ ദി കംപ്ലീറ്റ് ആക്ടർ എന്ന തന്റെ ഔദ്യോഗിക ബ്ലോഗിലാണ് പീഡനത്തിനിരയാവുകയും കൊല ചെയ്യപ്പെടുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന കുരുന്നുകൾക്ക് മോഹൻലാൽ കണ്ണീരോടെ തന്റെ കുറിപ്പ് സമർപ്പിക്കുന്നത്. പീഡനത്തിനിരയായ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിക്ക് നോബൽ സമ്മാനം ലഭിച്ചത് പരാമർശിച്ചുകൊണ്ടാണ് ബ്ലോഗ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ആത്മഹത്യയുമാണ് കുറിപ്പിലെ പ്രതിപാദ്യ വിഷയം. കഴിഞ്ഞ ഒരു മാസത്തെ വാർത്തകൾ എടുത്തു നോക്കൂ. പലതരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികൾ, ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ, ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികൾ, കൊല ചെയ്യപ്പെടുന്ന കുട്ടികൾ. എത്രയെത്ര സംഭവങ്ങളാണ് നാം കണ്ടതും കേട്ടതും. എല്ലാം ഏതോ വിദൂര ദേശത്തെ കഥകളല്ല. ഇവയെല്ലാം സംഭവിച്ചത് നമ്മുടെ ചുറ്റുവട്ടത്തിലാണ്, നമ്മുടെ അയൽപ്പക്കങ്ങളിലും കണ്ണും കാതും എത്തുന്ന ദൂരത്തുമാണ്. 3 വയസ്സും 6ഉം 10 വയസ്സുമായ കുട്ടികൾ വരെ പീഡിപ്പിക്കപ്പെടുന്നു. അതിൻ്റെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ അവർ തകർന്നു പോകുന്നു. ചിലർ ആത്മഹത്യ ചെയ്യുന്നു. ഇതെന്തൊരു ലോകമാണ് കൊണ്ടുവരുമ്പോൾ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അമിത പ്രതീക്ഷയും സമ്മർദ്ദങ്ങളുമാണ് കുരുന്നുകളെ സ്വയം ഹത്യയിലേക്ക് തള്ളിവിടുന്നതെന്നും മോഹൻലാൽ കുറിക്കുന്നു. പണ്ട് ചൂരലായിരുന്നെങ്കിൽ ഇന്ന് ഇടിമുറിയായി. പണ്ട് ഗുണദോഷിക്കലാണെങ്കിൽ ഇന്ന് എഴുതി തള്ളലായി. ഈ സമ്മർദ്ദങ്ങൾ സഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മുടെ ചുറ്റും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. മരണം ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും
പീഡകർക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ജീവിത സമരം തുടരണമെന്നും ബ്ലോഗിൽ പ്രിയനടൻ ഉപദേശിക്കുന്നു. വലിയ ജീവിതങ്ങളുടെ വലിയ മാതൃകകൾ നമ്മുടെ സംസ്കാരത്തിലും ജീവിതത്തിലും കൈമോശം വന്നതാണ് ഈ മൂല്യച്യുതിക്ക് കാരണമെന്നും വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിത വിജയം കരസ്ഥമാക്കിയവരുടെ അനുഭവങ്ങളിലേക്ക് തിരിച്ചു നടക്കണമെന്നും ഉദ്ബോധിപ്പിച്ചാണ് മോഹൻലാൽ ബ്ലോഗ് അവസാനിപ്പിക്കുന്നത്. അബ്രഹാം ലിങ്കനും വിവേകാനന്ദനും APJ അബ്ദുൽ കലാമും ടെൻസിംഗ് നോർഗയും നെൽസൺ മണ്ടേലയും എല്ലാം നമുക്ക് ജീവിതത്തെ നേരിടാനുള്ള പ്രേരണകളായിരുന്നു. എപ്പോഴും അവയിലേക്ക് തിരിച്ചു നടക്കാൻ സമയമായി. മടങ്ങിവരാം ഒരു ഇടവേള കഴിഞ്ഞ്. വാർത്തകളിലേക്ക്. തലചായ്ക്കാൻ ഇടത്തിനായി വാടാനപ്പള്ളി ചിലങ്ക ബീച്ചിലെ നായരശ്ശേരി സുജിത്തിന് കളക്ടറേറ്റിന് മുൻപിൽ ഇനി നിരാഹാര സമരം നടത്തേണ്ട. തളിക്കുളം സുനാമി പുനരധിവാസ കോളനിയിലെ വീടുകളിൽ ഒന്ന് 2 ദിവസത്തിനകം സുജിത്തിന് കൈമാറുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ രാമചന്ദ്രൻ അറിയിച്ചു. വീടിനായുള്ള അപേക്ഷയിൽ 4 വർഷമായിട്ടും ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കുന്നില്ലെന്ന TCV വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഗീതാഗോപി MLAയുടെ ഇടപെടലാണ് സുജിത്തിനും കുടുംബത്തിനും തുണയായത്. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വാടാനപ്പള്ളി ചിലങ്ക ബീച്ച് സ്വദേശിയായ നായരശ്ശേരി സുജിത്തിന് സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സഫലമാകുന്നത്. ജന്മന വികലാംഗനും അവിവാഹിതനുമായ സുജിത്ത് അച്ഛൻ സുബ്രഹ്മണ്യൻ, അമ്മ സുശീല, അച്ഛമ്മ ജാനകി എന്നിവർക്കൊപ്പമാണ് വാടാനപ്പള്ളി ചിലങ്ക ബീച്ചിന് സമീപം താമസിക്കുന്നത്. തന്റെ ദുരിതം വിശദീകരിച്ചുള്ള അപേക്ഷ വാടാനപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറിക്ക് 2013 സെപ്റ്റംബർ 7 സുജിത്ത് നൽകി. അന്ന് തന്നെ ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറിയും കൃഷി ഓഫീസറും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറും 4 വർഷം വൈകി കഴിഞ്ഞ 4-നാണ് റിപ്പോർട്ട് കൈമാറിയത്. വീട് സംബന്ധിച്ച റിപ്പോർട്ട് കിട്ടിയില്ലെന്ന് കളക്ടറുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പെത്തിയതോടെ റിപ്പോർട്ട് കൈമാറിയതായുള്ള രേഖയും സുജിത്ത് നൽകി. നട്ടെല്ലിന് പരിക്കുണ്ടെങ്കിലും സുജിത്തിനായി അമ്മ സുശീലയാണ് ഓഫീസുകൾ കയറിയിറങ്ങിയത്. ഏറ്റവും ഒടുവിൽ താനും കുടുംബവും കഴിഞ്ഞ 11 മാസമായി വാടകയ്ക്ക് കഴിയുന്ന വീട് ഒരാഴ്ചയ്ക്കകം ഒഴിയണമെന്ന വീട്ടുടമയുടെ മുന്നറിയിപ്പാണ് സുജിത്തിനെ വെട്ടിലാക്കിയത്. ഇതോടെ തളിക്കുളത്തെ പുനരധിവാസ കോളനിയിലെ വീടിനായി തിങ്കളാഴ്ച മുതൽ കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്താൻ സുജിത്ത് തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച TCV വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രശ്നത്തിൽ ഇടപെടാൻ ഗീതാഗോപി MLA തീരുമാനിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ കളക്ടറേറ്റിലെത്തിയ MLA തളിക്കുളം പുനരധിവാസ കോളനിയിൽ ഒഴിവുള്ള 12 വീടുകളിൽ ഒന്നാണ് സുജിത്തിന് നൽകണമെന്ന അഭ്യർത്ഥന ഡെപ്യൂട്ടി കളക്ടർ രാമചന്ദ്രന് കൈമാറിയത്. TCVയുടെ ന്യൂസിൽ കണ്ട ഒരു ഏറ്റവും ജനകീയപരമായിട്ടുള്ളൊരു ന്യൂസായിരുന്നു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ലോട്ടറി വിറ്റ് ജീവിക്കുന്ന സുജിത്തിന് ഏക ആശ്രയം ഇപ്പോൾ സുനാമി കോളനിയിൽ ഒരു വീടാണ്. അതിൽ സുജിത്തിനെ താമസിപ്പിക്കാനും സുജിത്തിൻ്റെ നിലവിലുള്ള തൊഴിൽ കൊണ്ടുപോകുന്നതിനെ സഹായിക്കാൻ ജില്ലയിലെ കളക്ടർ എന്ന നിലയിൽ തയ്യാറാവണമെന്നും അടിയന്തരമായി 2 ദിവസത്തിനുള്ളിൽ സുജിത്തിനെ ചാവി കൊടുത്ത് പൂട്ടിക്കിടക്കുന്ന സുനാമി കോളനിയിൽ ഒരെണ്ണം ആശ്രമമായി കൊടുക്കണമെന്നും DMLCയുടെ തീരുമാനം വരുന്നേക്കാൾ മുന്നേ 2 ദിവസത്തിനുള്ളിൽ സുജിത്തിന് ചാവി നൽകിക്കൊണ്ട് തന്നെ താമസിപ്പിക്കണമെന്നാണ് എൻ്റെ നിർദ്ദേശം. ജില്ലാ കളക്ടർ തിരുവനന്തപുരത്താണെങ്കിലും സുജിത്തിന്റെ അവസ്ഥയും ഗീതാഗോപി MLAയുടെ അഭ്യർത്ഥനയും പരിഗണിച്ച് 2 ദിവസത്തിനകം വീട് കൈമാറുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ രാമചന്ദ്രൻ TCVയോട് പറഞ്ഞു. അടുത്ത ദിവസം സുജിത്തിന് വീടിന്റെ താക്കോൽ കൈമാറുമെന്ന് MLA പറഞ്ഞു. TCV വാർത്തയിലൂടെ MLA ഇടപെട്ടതിലും 1 ദിവസത്തിനകം വീട് അനുവദിച്ചതിലുമുള്ള സന്തോഷത്തിലാണ് സുജിത്തും കുടുംബവും. TCV തൃപ്രയാർ. പീഡനങ്ങളും അതിക്രമങ്ങളും മറ്റ് സാമൂഹിക പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ നേരിന്റെ ഒളിക്യാമറകളായി വൃദ്ധരും പെൻഷൻകാരും മാറണമെന്ന് CPM ജില്ലാ സെക്രട്ടറി K. രാധാകൃഷ്ണൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ രജത ജൂബിലി സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഇല്ലാതായതും മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും മേൽനോട്ടം ഇല്ലാതായതുമാണ് സമൂഹത്തിൽ പല രൂക്ഷമായ പ്രശ്നങ്ങൾക്കും കാരണം. ഒളിക്യാമറകൾ വരുന്നതിന് മുൻപേ തന്നെ വീട്ടിലെ നന്മയുടെ ഒളിക്യാമറകളായി മുത്തച്ഛനും മുത്തശ്ശിയും മറ്റു പ്രായമായവരും നിലകൊണ്ടിരുന്നു. ഉദ്യോഗസ്ഥർ അധികാര ദുർവിനിയോഗം കാട്ടുമ്പോഴാണ് പെൻഷൻ കിട്ടാൻ കാലതാമസം വരുന്നതെന്നും പെൻഷൻ പറ്റുന്നത് മുതൽ പെൻഷൻകാരുടെ ബുദ്ധിമുട്ടുകൾ തുടങ്ങുമെന്ന കാര്യം മറക്കരുതെന്നും K. രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CD. ലോനപ്പൻ അധ്യക്ഷനായിരുന്നു. മേയർ അജിത ജയരാജൻ, CPI ജില്ലാ സെക്രട്ടറി K. വത്സരാജ്, യൂണിയൻ സ്ഥാപക പ്രസിഡന്റ് P. ചിത്ര നമ്പൂതിരിപ്പാട്, സംസ്ഥാന സെക്രട്ടറിമാരായ K. രഘുനാഥൻ നായർ, VV പരമേശ്വരൻ, ജില്ലാ സെക്രട്ടറി KR പ്രഭാശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് സമ്മേളനത്തിന് സമാപനമാകും. ഇനി TCV തേർഡ് ഐ. തൃശൂർ നടുവിലാൽ പരിസരം വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നിറഞ്ഞു. കാൽനട യാത്രികരുടെയും വാഹനയാത്രികരുടെയും കാഴ്ച മറയ്ക്കും വിധമാണ് ഇവിടെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. സിറ്റിസൺ ജേർണലിസ്റ്റ് ഷീജനാണ് വാർത്താ ദൃശ്യങ്ങൾ അയച്ചു നൽകിയത്.
തൃശൂർ MG റോഡിൽ നിന്നും സ്വരാജ് റൗണ്ടിലേക്കുള്ള ബെൽമൗത്തിലാണ് ഫ്ലക്സ് ബോർഡുകൾ കാഴ്ചമറയ്ക്കുന്നത്. നേരത്തെ കോർപ്പറേഷൻ ഇടപെട്ട് അനധികൃത ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. പലപ്പോഴും കാൽനട യാത്രികർക്കാണ് ഇതുമൂലം ഏറെ മാർഗതടസ്സവും ബുദ്ധിമുട്ടുമുണ്ടാകുന്നത്. ഫ്ലക്സ് ബോർഡിലെ പരിപാടി കഴിഞ്ഞിട്ടും കാലങ്ങളോളം പ്രചരണ ബോർഡുകൾ നോക്കുകുത്തികളായി മാറുന്ന സാഹചര്യവും ഇവിടെയുണ്ട്. തേക്കിൻകാട് മൈതാനത്തിനു ചുറ്റും ഫുട്പാത്തിലും കാഴ്ചമറയ്ക്കും വിധത്തിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കരുതെന്ന നിർദ്ദേശത്തെ അട്ടിമറിച്ചാണിവ നിലകൊള്ളുന്നത്. നഗരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഉചിതമായ ഒരു നയം കോർപ്പറേഷൻ സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. കാലപ്പഴക്കത്തെ തുടർന്ന് ഓഫീസ് കെട്ടിടം ഭാഗികമായി ഇടിഞ്ഞു വീണതോടെ ജില്ലയിലെ രഹസ്യ പോലീസ് ഓഫീസർമാർക്ക് പുതിയ ഓഫീസ് കെട്ടിടം ലഭിക്കാൻ പൊരിവെയിലത്ത് കാത്തു നിൽക്കേണ്ടി വന്നത് മണിക്കൂറുകളോളം. തൃശൂർ ഹൈറോഡിലെ പഴയ കെട്ടിടം നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് 2 മാസത്തേക്ക് ചെമ്പുകാവിലെ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് ഓഫീസ് കെട്ടിടത്തിലെ ഒരു മുറി സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിന് ഉപയോഗിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് രഹസ്യ പോലീസ് ഓഫീസർമാർ കാട ഓഫീസിലെത്തിയത്. എന്നാൽ കാടയിലെ ജീവനക്കാർ പോലീസിനെ കെട്ടിടത്തിലേക്ക് കയറുന്നത് വിലക്കി തടയുകയായിരുന്നു. കളക്ടറുടെ ഉത്തരവുണ്ടായാൽ മാത്രം കെട്ടിടം വിട്ടുനൽകാനാവില്ലെന്ന് ജീവനക്കാർ വാശി പിടിച്ചു. സർക്കാരിൽ നിന്നോ ഇറിഗേഷൻ വകുപ്പിൽ നിന്നോ ഉത്തരവ് ലഭിക്കണമെന്ന് ജീവനക്കാർ പറഞ്ഞു. ഇതേ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് DSP KK രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ മണിക്കൂറുകളോളം ഓഫീസിന് പുറത്ത് നിൽക്കേണ്ടി വന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉപയോഗിച്ചാണ് കെട്ടിടം തങ്ങൾക്ക് താൽക്കാലികമായി വിട്ടുനൽകാൻ കളക്ടർ ഉത്തരവിട്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചെങ്കിലും കാട ജീവനക്കാർ കെട്ടിടം വിട്ടു നൽകാതെ പോലീസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ചു നിന്നത് വാക്പോരിന് കാരണമായി. 3 നിലകളുള്ള കെട്ടിടം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയെങ്കിലും വെറുതെ ഒഴിഞ്ഞുകിടക്കുകയാണ്. തർക്കങ്ങൾക്കൊടുവിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം രഹസ്യ പോലീസിന് വിട്ടു നൽകി. 70 വർഷങ്ങൾ പഴക്കമുള്ള ഹൈറോഡിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള കെട്ടിടത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഏതാനും ദിവസം മുമ്പുണ്ടായ വേനൽ മഴയിലാണ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നത്. 2009 ശേഷം പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടത്തിൽ യാതൊരു നവീകരണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നില്ല. പലതവണ അറ്റകുറ്റപ്പണി ആവശ്യപ്പെട്ട് പോലീസ് കത്ത് നൽകിയെങ്കിലും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. തീരെ നിവൃത്തിയില്ലാതായതോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം കളക്ടറെ സമീപിച്ചത്. DYSPയും 32 SIമാരും 52 പോലീസുകാരുമാണ് കെട്ടിടത്തിന്റെ പരിമിതിക്കുള്ളിൽ കാലങ്ങളായി കഴിഞ്ഞിരുന്നത്. ന്യൂസ് ഡെസ്ക് TCV. വികസനം എല്ലാ മേഖലകളിലും വേണമെന്നും അതോടൊപ്പം പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ജനപങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണമെന്നും ADM CK അനന്തകൃഷ്ണൻ പറഞ്ഞു. മൊബൈൽ ടവറുകളിലെ EMF വികിരണം സംബന്ധിച്ച് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ADM. നോൺ അയണിംഗ് വികിരണം സംബന്ധിച്ച് അന്താരാഷ്ട്ര കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ളതിലും 10 ഇരട്ടി ശക്തമായ മാനദണ്ഡങ്ങളാണ് ടെലികോം വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളതെന്ന് ടെലികോം എൻഫോഴ്സ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ C. സുനിത പറഞ്ഞു. ജില്ലയിലുള്ള 1750ഓളം ടവറുകൾ പരിശോധിച്ചിട്ടുണ്ടെന്നും എല്ലായിടത്തും ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ള പരിധിക്കുള്ളിലാണ് അവയുടെ പ്രവർത്തനങ്ങളെന്നും ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അഭിപ്രായപ്പെട്ടു. ITS ഡയറക്ടർ T. ശ്രീനിവാസൻ, തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ ഓങ്കോളജി തലവൻ ഡോക്ടർ മിഥുൻ ചാക്കോ, കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകൻ P. സതീശൻ, റിട്ടയർഡ് പഞ്ചായത്ത് അഡീഷണൽ ഡയറക്ടർ KC ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പൊതുജനങ്ങളും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു. വാർത്താവിനിമയ മന്ത്രാലയത്തിന് കീഴിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലകൾ തോറും സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു തൃശൂരിൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. മത്സ്യബന്ധനത്തിനിടെ മത്സ്യത്തൊഴിലാളി പുഴയിൽ വീണ് മരിച്ചു. കോതപ്പറമ്പ് കടവിൽ കളത്തിപ്പറമ്പിൽ 62 വയസ്സുള്ള സുബ്രഹ്മണ്യനാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11:30യോടെയാണ് കോതപ്പറമ്പ് പുഴയിൽ ചെറുവഞ്ചിയിൽ മീൻ പിടിക്കുന്നതിനിടയിൽ ഇയാൾ പുഴയിലേക്ക് വീണത്. വീണ്ടും ഒരു ഇടവേള. വാർത്തകളിലേക്ക്. ദേശീയപാത കുതിരാനിലെ തുരങ്ക നിർമ്മാണം പുനരാരംഭിച്ചു. ഏതാനും ദിവസങ്ങളായി തുടർന്ന അനിശ്ചിതത്വത്തിനൊടുവിലാണ് PG പോലീസിന്റെ നേതൃത്വത്തിൽ സമരസമിതി അംഗങ്ങളും കരാർ കമ്പനി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് തുരങ്ക നിർമ്മാണം പുനരാരംഭിക്കാൻ ധാരണയായത്. ഇതേ തുടർന്ന് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ തുരങ്ക നിർമ്മാണം പുനരാരംഭിച്ചു. PGSI KA ബാബുവുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ദേശീയപാതയിലെ തുരങ്ക നിർമ്മാണ പ്രവൃത്തികൾ നിരീക്ഷിക്കാൻ സമരസമിതിയിലെ 2 പേരെ നിയോഗിക്കാൻ തീരുമാനിച്ചു. ഇവർക്കുള്ള വേതനം കരാർ കമ്പനി നൽകാൻ ധാരണയായി. തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടു നൽകിയവർക്കും നാശനഷ്ടം സംഭവിച്ചവർക്കും ഏപ്രിൽ 10-നകം നഷ്ടപരിഹാര തുക വിതരണം ചെയ്യാൻ ധാരണയായി. സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാനും ചർച്ചയിൽ തീരുമാനമായി. തുരങ്ക നിർമ്മാണം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സമരസമിതി പ്രവർത്തകരുമായി ADM ചർച്ച നടത്തിയിരുന്നു.
സംശയാസ്പദമായ സാഹചര്യത്തിൽ ഏറിയാട് ഒരു വീട്ടിൽ കണ്ടെത്തിയ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെയും 4 ആൺകുട്ടികളെയും നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിച്ചു. വീട്ടുടമസ്ഥ സ്ഥലത്തില്ലാത്ത സമയത്താണ് പെൺകുട്ടി അടക്കമുള്ള സംഘം ഒരു കാറിൽ ഈ വീട്ടിൽ എത്തിയത്. ഏകദേശം 1:30യോടെ എത്തിയ സംഘത്തെ നാട്ടുകാരിൽ ചിലർ ശ്രദ്ധിച്ചിരുന്നു. തുടർന്ന് 3:30യോടെയാണ് സ്ത്രീകളും പഞ്ചായത്ത് അംഗങ്ങളും അടക്കമുള്ള നാട്ടുകാരെത്തി കുട്ടികളോട് കാര്യം തിരക്കിയത്. ഇതോടെ ആൺകുട്ടികളിൽ ചിലർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ ഇവരെ തടഞ്ഞുവെച്ച് പോലീസിൽ വിവരം അറിയിച്ചത്. ഇവരുടെ മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിയിലായവർക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. KSU ജില്ലാ ഭാരവാഹി തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് DCC ഓഫീസ് പരിസരത്ത് CCTV ക്യാമറകൾ സ്ഥാപിച്ചു. KSU തെരഞ്ഞെടുപ്പ് AI ഗ്രൂപ്പുകളുടെ നിലനിൽപ്പ് പോരാട്ടമായതിനാൽ മുതിർന്ന നേതാക്കൾ തന്നെ പോരാട്ടം കൊഴുപ്പിക്കാൻ കളത്തിലിറങ്ങിയിട്ടുണ്ട്. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് തെരഞ്ഞെടുപ്പ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 5 പേരും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 22 പേരുമാണ് മത്സരിക്കുന്നത്. A ഗ്രൂപ്പിൽ നിന്ന് മിഥുൻ മോഹനനും I ഗ്രൂപ്പിൽ നിന്ന് നിഖിൽ ജോണും K മുരളീധരൻ പക്ഷത്തു നിന്ന് സെബിൻ അലക്സും SC സംവരണത്തിൽ AK ശ്രീജിലും ഡേവിസ് കുര്യനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. ജില്ലയിൽ 1401 വോട്ടാണ് ഉള്ളത്. ഒരാൾക്ക് 7 വോട്ട് വീതമാണ് ഉള്ളത്. ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ്. ഗ്രൂപ്പുകൾ തമ്മിൽ അതിജീവന പോരാട്ടമായതിനാൽ സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് DCC ഓഫീസ് പരിസരത്ത് പാർട്ടി നേതൃത്വം ഇടപെട്ട് 5 CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. ഉത്തർപ്രദേശ് സർക്കാരിന്റെ രാജ്യ കർമ്മചാരി സാഹിത്യ സംസ്ഥാൻ ഏർപ്പെടുത്തിയ ശരത് ചന്ദ്രോപാധ്യായ് പുരസ്കാരം ഹിന്ദി അധ്യാപകനായ മുഹമ്മദ് സലീം ഖാൻ ഏറ്റുവാങ്ങി. ലക്നൌ ഹിന്ദി സംസ്ഥാനിൽ നടന്ന ചടങ്ങിൽ UP സ്റ്റേറ്റ് പബ്ലിക് സർവീസ് ട്രൈബ്യൂണൽ ജസ്റ്റിസ് സുധീർ കുമാർ സക്സേനയാണ് അവാർഡ് സമ്മാനിച്ചത്. 51,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. വള്ളിക്കാവ് മോഹൻദാസ് എഴുതിയ ബാലപുരാണം ഹിന്ദിയിൽ മൊഴിമാറ്റം നടത്തിയതാണ് അവാർഡിന് അർഹനാക്കിയത്. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഈ അവാർഡ് കരസ്ഥമാക്കുന്ന സാഹിത്യകാരനാണ് തൃശൂർക്കാരനായ മുഹമ്മദ് സലീം ഖാൻ. കേരള NGO യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാർ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. ജനപക്ഷ ബജറ്റ് നിർദ്ദേശങ്ങളെ പിന്തുണയ്ക്കുക, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉടൻ യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി K സുന്ദരരാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാലി T നാരായണൻ അധ്യക്ഷത വഹിച്ചു. രാജ്യത്ത് സംഘപരിവാർ ഫാസിസത്തിനെതിരായ പോരാട്ടങ്ങളിൽ ഇന്ത്യൻ യുവത്വത്തിന് പ്രതീക്ഷയോടെ പൊരുതാൻ ഭഗത് സിംഗിന്റെ ജീവിതം പ്രചോദനമാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞു. ഭഗത് സിംഗിന്റെ 86ാം രക്തസാക്ഷിത്വ ദിനത്തിൽ AIYF ജില്ലാ കമ്മിറ്റി തൃശൂർ കോർപ്പറേഷന് മുന്നിൽ സംഘടിപ്പിച്ച യുവജന ജാഗ്രത ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വത്സരാജ്. ഭഗത് സിംഗ് ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിലെ വിപ്ലവകാരിയായ രക്തസാക്ഷിയാണെന്നും വത്സരാജ് പറഞ്ഞു. AIYF ജില്ലാ പ്രസിഡന്റ് KP സന്ദീപ് അധ്യക്ഷത വഹിച്ചു. അജിത് കോളാടി മുഖ്യപ്രഭാഷണം നടത്തി. TR രമേഷ് കുമാർ, P ബാലചന്ദ്രൻ, T പ്രദീപ് കുമാർ, BG വിഷ്ണു, സുബിൻ നാസർ, രാകേഷ് കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. DYFIയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ഭഗത് സിംഗ് രക്തസാക്ഷി ദിനാചരണം KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. തെക്കേ ഗോപുരനടയിലാണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന പേരിൽ രക്തസാക്ഷി ദിനാചരണം ഒരുക്കിയത്. സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച ഇരുചക്ര വാഹന റാലിയിൽ ആയിരങ്ങൾ അണിനിരന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ, കവി രാവുണ്ണി, കോർപ്പറേഷൻ കൌൺസിലർ ഗ്രീഷ്മ അജയഘോഷ് എന്നിവർ പങ്കെടുത്തു. ഇന്ത്യൻ കോഫി ഹൗസ് ഭരണസമിതി പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് തൃശൂരിലെ ഭരണസമിതി ആസ്ഥാനത്ത് നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി കേരള കോൺഗ്രസ് M സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ ചീഫ് വിപ്പുമായ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ തൊഴിലാളികളെ സന്ദർശിച്ചു. ഭരണസമിതി ഭാരവാഹികളുമായും തൊഴിലാളികളുമായും സംസാരിച്ച തോമസ് ഉണ്ണിയാടൻ തൊഴിലാളികളുടെ കൂട്ടായ്മയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് മടങ്ങിയത്. 57 വർഷക്കാലം മുതലാളിയായും മുതലാളി തൊഴിലാളിയായും പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോഫി ഹൗസിന്റെ സഹകരണ സംഘം വളഞ്ഞ വഴിയിലൂടെ പിടിച്ചെടുക്കാനുള്ള സർക്കാരിന്റെ നിലപാട് തൊഴിലാളി വിരുദ്ധമാണെന്നും AKGയെ പോലുള്ള വലിയ നേതാക്കളെ അപമാനിക്കലാണെന്നും തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. കേരള കോൺഗ്രസ് M സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CV കുര്യാക്കോസ്, ജില്ലാ സെക്രട്ടറി ഇട്ടിയച്ചൻ തരകൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പിന്നാലെ സഞ്ചരിച്ച് ചിത്രകലയെ ജീവിതവും ജീവനുമാക്കി മാറ്റുകയാണ് സാറ ഹുസൈൻ എന്ന ചിത്രകാരി. കേരള ലളിതകലാ അക്കാദമി തൃശൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ള പന്തി ഭോജനം ചിത്രകലാ ക്യാമ്പിൽ ഇതിനോടകം ശ്രദ്ധേയ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് ഈ നിറക്കൂട്ടുകാരി. ജീവിത യാഥാർത്ഥ്യങ്ങളിലെ അനുഭവങ്ങളും കാഴ്ചകളും വർണ്ണ ക്യാൻവാസുകളിലേക്ക് പകർത്തുന്ന സാറ ഹുസൈൻ എന്ന ചിത്രകാരിക്ക് ചിത്രകല വെറും ഒരു വിനോദമല്ല, ജീവിതവും ജീവിതമാർഗവുമാണ്. ചിത്രകലയുടെ വർണ്ണലോകത്തെ 16 വർഷം കൈത്തുമ്പിലേക്ക് ആവാഹിച്ച് സാറ വരച്ച മനോഹര ചിത്രങ്ങളുടെ മാറ്ററിഞ്ഞതിൽ
നിരവധി ലോക രാജ്യങ്ങളും ഉൾപ്പെടും. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള പ്രമുഖരും ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ലണ്ടൻ, ഓസ്ട്രേലിയ തുടങ്ങിയ ഒട്ടേറെ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികളും സാറാ ഹുസൈന്റെ ചിത്രങ്ങൾ വൻതുകയ്ക്ക് സ്വന്തമാക്കിയ കൂട്ടത്തിലുണ്ട്. ഇതിനു പുറമെ ലോകോത്തര ശ്രദ്ധ പിടിച്ചുപറ്റിയ സാറയുടെ ചിത്രങ്ങൾ UK, യൂറോപ്പ്, ഇറ്റലി, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിലെ ആർട്ട് ഗ്യാലറികളിലും ഇടം പിടിച്ചിട്ടുണ്ട്. കൂടാതെ കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമായി നിരവധി പള്ളികളുടെ അൾത്താരകളിലും സാറയുടേതായി പിറവിയെടുത്ത ദൈവിക ശോഭ പകരുന്ന ചിത്രങ്ങളും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. തന്റെ ചിത്രങ്ങളെ ഏറെ സാങ്കേതിക തികവോടെ മികവുറ്റതാക്കി മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന സാറയുടെ പ്രധാന ആയുധം നൈഫാണ്. ഒപ്പം അക്രിലിക്കും എണ്ണച്ചായവും ആശയാവിഷ്കാരത്തിന് കൂടുതൽ ശോഭ പകരും. തെരുവ് ജീവിതങ്ങൾക്ക് ചായം പകരുമ്പോഴും തന്റെ സൃഷ്ടികളെ സ്വയം വിലയിരുത്താൻ ഈ കലാകാരി ശ്രമിക്കാറില്ല. കാരണവും വ്യക്തം. ചിത്രങ്ങളെ കണ്ടറിഞ്ഞ് ആസ്വദിക്കാനും വിലയിരുത്താനുമുള്ള പൂർണ്ണ അവകാശവും സ്വാതന്ത്ര്യവും സാറ ഇക്കാലം അത്രയും നൽകിയിരുന്നത് കാഴ്ചക്കാർക്ക് തന്നെയാണ്. അവരുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുമാണ് സാറ എന്ന ചിത്രകാരിക്ക് ഇന്നോളം വിലപ്പെട്ട അംഗീകാരവും. ആഗ്രഹ സബലീകരണത്തിനോളം വലിയ അംഗീകാരവും സാറ ആഗ്രഹിക്കുന്നുമില്ല. മറ്റുള്ളവർ അത് കണ്ടിട്ട് അതിനെ വിലയിരുത്തി അവർക്കത് മനസ്സിലായത് നമ്മളോട് പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ളതാണ് അവർ പറയുന്നതെങ്കിൽ നമുക്ക് വളരെ സന്തോഷം. എൻ്റെ ജീവിതമാർഗവും കലയാണ്. ഇതാണ്, വേറെ തൊഴിൽ ഇല്ല. ഞാൻ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇനിയും അത് തന്നെയാണ് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നത്. ചിത്രകലയ്ക്കായി ജീവിതം പൂർണ്ണമായി മുഴിഞ്ഞുവെച്ച ഈ കലാകാരിക്ക് മട്ടാഞ്ചേരിയിൽ സ്വന്തമായി ചിത്രകലാ സ്ഥാപനവുമുണ്ട്. കലാജീവിതത്തിന് പൂർണ്ണ പിന്തുണയുമായി ബന്ധുക്കളും സുഹൃത്തുക്കളും ഒപ്പമുള്ളതിനാൽ തന്നെ സ്വപ്നങ്ങൾക്ക് വർണ്ണ ചിറകുകൾ നൽകി ഈ കലാകാരി പാറി പറക്കുകയാണ് ചിത്രകലയുടെ വിഹായുസിലേക്ക്. TCV തൃശൂർ. കലാഭവൻ മണിയുടെ സന്തത സഹചാരിയായിരുന്ന മാനേജർ ജോബിക്കെതിരെ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജോബിയെ രക്ഷിക്കാനായി പോലീസ് തെറ്റായ മൊഴി രേഖപ്പെടുത്തിയെന്നും ജോബിയുടെ സഹോദരന്റെ മൊഴിയും ജോബിയുടെ മൊഴിയുമായി പൊരുത്തക്കേടുണ്ടെന്നും രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നു. മണിയുടെ സഹായത്താൽ കരൾ മാറ്റിവെച്ച ജോബി മണിയെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലെന്നും സത്യം മൂടിവെക്കുകയാണെന്നും രാമകൃഷ്ണൻ ഫേസ്ബുക്കിൽ വിമർശനമുന്നയിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരാം. KPCC ജനറൽ സെക്രട്ടറിയും ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രി ചെയർമാനുമായ MP ജാക്സനെതിരെ അറസ്റ്റ് വാറണ്ട്. ഹഡ്കോയിൽ നിന്ന് ആശുപത്രിക്കായി എടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് റിക്കവറി ട്രൈബ്യൂണലാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. 1998-ൽ 5 കോടിയിലധികം രൂപ ആശുപത്രിക്കായി ഹഡ്കോയിൽ നിന്ന് വായ്പയെടുത്തിരുന്നു. വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ഇപ്പോൾ 25 കോടിയിലധികം രൂപ കുടിശ്ശികയുണ്ട്. ഇതേ തുടർന്ന് ഹഡ്കോ നേരത്തെ ആശുപത്രി ജപ്തി ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ടു പോയിരുന്നു. ഇതിനെതിരെ ആശുപത്രി ഭരണസമിതി ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും റിക്കവറി ട്രൈബ്യൂണലിലേക്ക് കോടതി കേസ് മാറ്റുകയായിരുന്നു. വിചാരണ വേളയിൽ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ആശുപത്രി ചെയർമാൻ MP ജാക്സൺ കോടതിയിൽ ഹാജരായിരുന്നില്ല. തുടർന്നാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. നടപടികൾക്കായി വാറണ്ട് ഇരിങ്ങാലക്കുട പോലീസിന് കൈമാറി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ വെള്ളിയാഴ്ച കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കും. ഇതോടെ ശ്രീ കുരുമ്പക്കാവും ക്ഷേത്ര പരിസരങ്ങളും ഭരണി നാൾ വരെ കാൽച്ചിലമ്പുലികളുടെ നാദത്തിലമരും. ഭരണി ആഘോഷങ്ങൾക്കായി വലിയ തമ്പുരാൻ രാമവർമ്മ രാജ വ്യാഴാഴ്ച വൈകിട്ടോടെ കൊടുങ്ങല്ലൂരിലെത്തി ക്ഷേത്രം അധികൃതർക്ക് ഭരണി മഹോത്സവത്തിനുള്ള അനുവാദം നൽകി. ദേവസ്വം മാനേജരും ജീവനക്കാരും കോട്ട കോവിലകത്ത് എത്തി വലിയ തമ്പുരാനെ കണ്ട് കാഴ്ചക്കുല സമർപ്പിച്ചു. കോഴിക്കല്ല് മൂടൽ ദിനത്തിലെ അവകാശികളായ ഭഗവതി വീട്ടുകാരും തച്ചോളി വീടിനെ പ്രതിനിധീകരിച്ചെത്തുന്നവരും ചേർന്ന് വടക്കേനടയിൽ ചടങ്ങുകൾ നിർവഹിക്കും. ഇത്തവണ രേവതിയും അശ്വതിയും ഒരേ ദിവസമായതിനാൽ പ്രസിദ്ധമായ തൃച്ചന്ദന ചാർച്ച് പൂജയും അശ്വതി കാവുതണ്ടലും ഈ മാസം 29-ന് നടക്കും. 30-നാണ് ഭരണി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത യോഗി ആദിത്യനാഥിനെ UPയുടെ മുഖ്യമന്ത്രി പദത്തിൽ അവരോധിച്ചതിലൂടെ സംഘപരിവാർ തങ്ങളുടെ എല്ലാ മറയും നീക്കിയിരിക്കുകയാണെന്ന് K. സുരേഷ് കുറുപ്പ് MLA പറഞ്ഞു. EMS AKG ദിനാചരണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ കിഴക്കേനടയിലെ AKG സ്മാരക കവാടത്തിന് സമീപം CPM ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് കുറുപ്പ്. രാഷ്ട്രീയത്തിലില്ലാത്ത ഒരു പ്രസ്ഥാനം രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ നിയന്ത്രിക്കുന്ന കാഴ്ച ലോകത്തിൽ ഇന്ത്യയിൽ മാത്രമാണുള്ളതെന്നും സുരേഷ് കുറുപ്പ് പറഞ്ഞു. KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി M. കൃഷ്ണദാസ്, ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷ പ്രൊഫസർ PK ശാന്തകുമാരി, ചാവക്കാട് നഗരസഭാ അധ്യക്ഷൻ NK അക്ബർ, മുൻ MLA ബാബു അമ്പാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ പടിഞ്ഞാറേ നടയിൽ നിന്ന് കിഴക്കേ നടയിലേക്ക് പ്രകടനവും ഉണ്ടായി. നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്.
ഗുരുവായൂർ പുത്തമ്പലിയിൽ വില്ല വാടകയ്ക്കെടുത്ത് പെൺവാണിഭം. യുവതിയടക്കം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് ചോളാട് പുത്തൻപുരയ്ക്കൽ സതീഷ് കുമാർ, ചവക്കാട് തിരുവത്ര സ്വദേശി ബിസിത ബാബു എന്ന കൂർക്കപ്പറമ്പിൽ ബാബു, പത്തനംതിട്ട മേപ്പത്ത് റീന എന്നിവരെയാണ് ഗുരുവായൂർ CI ഇ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. സതീഷ് കുമാർ 1 മാസം മുൻപാണ് പുത്തമ്പലിയിൽ വില്ല വാടകയ്ക്കെടുത്തത്. മൊബൈൽ ഫോൺ വഴി വില്ലയിലേക്ക് ഇടപാടുകാരെ വിളിച്ചു വരുത്തുകയായിരുന്നു. പരിസരവാസികൾ സംശയം തോന്നി പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി വീട് വളഞ്ഞ് മൂവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത്. പിടിയിലായ ബാബു വർഷങ്ങളായി പോലീസുകാർക്ക് രഹസ്യ വിവരങ്ങൾ നൽകി വിശ്വാസ്യത പിടിച്ചുപറ്റിയിരുന്നു. ടെമ്പിൾ CI N രാജേഷ് കുമാർ, ഗുരുവായൂർ SI R ബിജു, ASI C ശ്രീകുമാർ തുടങ്ങിയവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. സംസ്ഥാന അതിർത്തിയായ മലക്കപ്പാറയിൽ വിനോദസഞ്ചാരം ഊട്ടിയുറപ്പിക്കുന്ന പദ്ധതിയുമായി അതിരപ്പള്ളി പഞ്ചായത്ത്. മൂന്നാർ മാതൃകയിൽ വിനോദസഞ്ചാര വില്ലകളാണ് പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതി. വിനോദസഞ്ചാരികൾക്ക് മലക്കപ്പാറയിൽ താമസ സ്ഥലം ഒരുക്കുന്ന സംവിധാനത്തിനാണ് അതിരപ്പള്ളി പഞ്ചായത്ത് അധികൃതർ തുടക്കമിടുന്നത്. ഇതിനായി തമിഴ്നാട് അതിർത്തിയുടെ ഒരു വിളിപ്പാടകലെ പെരുമ്പാറയിൽ 2.27 ഏക്കർ സ്ഥലം പൊന്നും വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ തുകയായ 69 ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർക്ക് കൈമാറുകയും ചെയ്തു. പട്ടികവർഗ കമ്മ്യൂണിറ്റി ഹാൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ഇതിൽപ്പെടും. പട്ടികവർഗ വികസന വകുപ്പിന് റവന്യൂ വകുപ്പ് കൈമാറിയ സ്ഥലത്തിൽ ബാക്കി വന്നതാണ് ഈ ഭൂമി. വിനോദസഞ്ചാരികൾക്ക് എല്ലാ സൗകര്യങ്ങളും അടങ്ങുന്ന താമസത്തിനായി മനോഹരങ്ങളായ വില്ലകൾ നിർമ്മിക്കുകയാണ് ഭരണസമിതിയുടെ ലക്ഷ്യം. രുചികരമായ ഭക്ഷണവും വിശാലമായ വാഹന പാർക്കിങ്ങും ഇവിടെ ഒരുക്കാനാണ് ആലോചന. തമിഴ്നാട് സംസ്ഥാന പാതയോട് ചേർന്നുള്ള പ്രദേശത്ത് റിസോർട്ട് വരുന്നത് ടൂറിസം മേഖലയ്ക്ക് വൻ നേട്ടമാകുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ അതിരപ്പള്ളി മുതൽ മലക്കപ്പാറ വരെയുള്ള സ്ഥലങ്ങളിൽ ഒരിടത്തും സർക്കാർ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളില്ല. ഇതും കൂടി കണക്കിലെടുക്കുമ്പോൾ പുതിയ സംവിധാനം പഞ്ചായത്തിന് കൂടുതൽ വരുമാനത്തിനും കാരണമാകും. ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വില്ലകൾ നിർമ്മിക്കുന്നതിന് MP MLA ഫണ്ടുകൾ പ്രയോജനപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തരമൊരു പദ്ധതിക്ക് അതിരപ്പള്ളി പഞ്ചായത്ത് തുടക്കമിട്ടത്. TCV ന്യൂസ്, ചാലക്കുടി. KSRTC തൊഴിലാളികൾ സംഭാവനയായി വാങ്ങി നൽകിയ തിരുവനന്തപുരം പാലക്കാട് സൂപ്പർഫാസ്റ്റ് ബസ് സർവീസ് തുടങ്ങി. KSRTEA CITUവിന്റെ നേതൃത്വത്തിൽ ബസ്സിന് തൃശൂർ സ്റ്റാൻഡിൽ സ്വീകരണം നൽകി. സേവ് KSRTC ക്യാമ്പയിന്റെ ഭാഗമായി തൊഴിലാളികൾ വാങ്ങി നൽകിയ ബസ് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഏറ്റുവാങ്ങി KSRTC അധികൃതർക്ക് കൈമാറിയത്. തൃശൂരിൽ നടന്ന സ്വീകരണ ചടങ്ങിന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P വിജയകുമാർ, യൂണിറ്റ് സെക്രട്ടറി K പ്രസന്നൻ, AS ജയരാജൻ എന്നിവർ നേതൃത്വം നൽകി. ബാലസാഹിത്യകാരൻ രാജൻ കോട്ടപ്പുറം നിര്യാതനായി. 62 വയസ്സായിരുന്നു. കോട്ടപ്പുറം കീഴ്ത്തുള്ളി കളരിക്കൽ നാരായണൻ ആശാന്റെ മകനാണ്. വാണിജ്യ നികുതി ഓഫീസറായിരുന്നു. കുട്ടികളും കുടുംബാന്തരീക്ഷവും, നെറ്റിപ്പട്ടം, ആനത്തൊപ്പി, വെഞ്ചാമരം, ദൂരക്കാഴ്ച, തുമ്പിമോളുടെ അമ്മ, ഇത്തിരിമുല്ല കഥകൾ, മഹാന്മാരുടെ കുട്ടിക്കാലം, നമുക്കും നന്നായി പ്രസംഗിക്കാം, ഗുരു ഗോപാലകൃഷ്ണൻ എന്നിവയാണ് പ്രധാന കൃതികൾ. കുസൃതിപ്പൂക്കൾ, മൃണാളം എന്നീ ടെലിഫിലിമുകൾക്ക് തിരക്കഥ എഴുതി. ഇടപ്പള്ളി സർഗ ബാലസാഹിത്യ അവാർഡ്, അപ്പൻ തമ്പുരാൻ പുരസ്കാരം, MT ജൂസ കവിതാ പുരസ്കാരം, സമന്വയ UAE പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിന്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. പ്രസാധന രംഗത്തെ പെൺകൂട്ടായ്മയായ സമതയുടെ ആഭിമുഖ്യത്തിൽ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് അനുസ്മരണവും ചരിത്ര ചിത്ര പ്രദർശനവും തൃശൂരിൽ സംഘടിപ്പിച്ചു. തെക്കേ ഗോപുരനടയിൽ നടന്ന ചരിത്ര ചിത്ര പ്രദർശനം രണസ്മരണയിൽ ചരിത്ര സംബന്ധിയായ നിരവധി ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. പ്രൊഫസർ E രാജൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സമത മാനേജിംഗ് ട്രസ്റ്റി പ്രൊഫസർ TA ഉഷാകുമാരി നേതൃത്വം നൽകി. പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം മധ്യവയസ്കനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പുതുക്കാട് വടക്കേത്തുറവ് തെക്കൂട്ട് 54 വയസ്സുള്ള രാധാകൃഷ്ണനാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. പുതുക്കാട് പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കേരള ലളിതകലാ അക്കാദമി തൃശൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ള പന്തി ഭോജനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള കലാ സാംസ്കാരിക പരിപാടികൾ റീജിയണൽ തിയേറ്ററിൽ തുടരുന്നു. 3 ദിവസമായി നടക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ വ്യാഴാഴ്ച ഏഴാച്ചേരി രാമചന്ദ്രൻ പ്രഭാഷണം നടത്തി. തുടർന്ന് VT മുരളി അവതരിപ്പിച്ച ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ എന്ന പ്രത്യേക സംഗീത പരിപാടിയും അരങ്ങേറി. കലാ സാംസ്കാരിക പരിപാടിയുടെ 5ാം ദിനമായ വെള്ളിയാഴ്ച KKN കുറുപ്പ്, പാർവതി പവനൻ എന്നിവരുടെ പ്രഭാഷണവും തുടർന്ന് ഉത്കൃഷ്ട കലാസൃഷ്ടി എന്ന നാടകവും അരങ്ങേറും. ഇനി വാണിജ്യം.
ആധുനിക ദന്തചികിത്സാ രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്തുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഡെൻവേ ഡെന്റൽ കെയർ തൃശൂർ ചിയ്യാരത്ത് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ചിയ്യാരം ആപ്കോൺ ആക്സിസ് ബിൽഡിംഗിലെ ഫസ്റ്റ് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ച ഡെന്റുവേ ഡെന്റൽ കെയർ സിനിമ സീരിയൽ താരം കവിത നായർ ഉദ്ഘാടനം ചെയ്തു. ഡെന്റുവേ പാർട്ട്ണർമാർ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ദന്തചികിത്സാ രംഗത്ത് കാൽനൂറ്റാണ്ടായി മികച്ച സേവനമനുഷ്ഠിച്ചു വരുന്ന ഡോക്ടർ ടിറ്റോ ബി ജയൻ, ഡോക്ടർ സി ചന്ദ്രമോഹൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഡെന്റുവേ ഡെന്റൽ കെയറിന്റെ പ്രവർത്തനം. എല്ലാ ദിവസവും ഡോക്ടർ ആർ ധനുഷ ചന്ദ്രന്റെ സേവനവും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാവിധ പ്രത്യേക ദന്തചികിത്സകൾക്കും MDS ഡോക്ടർമാരുടെ സേവനവും ലഭിക്കും. ഡെന്റൽ ഇംപ്ലാന്റ്സ്, റൂട്ട് കനാൽ തെറാപ്പി, ക്ലിയർ അലൈൻമെന്റ് ട്രീറ്റ്മെന്റ്, കോസ്മെറ്റിക് ഡെന്റൽ ട്രീറ്റ്മെന്റ്, ഓറൽ സർജറീസ് എന്നിവയും ദന്തസംബന്ധമായ മറ്റു എല്ലാ ആധുനിക ചികിത്സകളും ഡെന്റുവേ ഡെന്റൽ കെയറിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995987182. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ജയിൽ വകുപ്പിന്റെ ശിക്ഷാ ഇളവിനായി സർക്കാർ നൽകിയ പട്ടികയിൽ മുഹമ്മദ് നിസാമിനെ വീണ്ടും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് കാപ്പ ഒഴിവാക്കിയ ശേഷം നിസാമിന് ശിക്ഷാ ഇളവ് നൽകാൻ ശ്രമം നടക്കുന്നതായുള്ള വാർത്ത ആദ്യം പുറത്തെത്തിച്ചത് TCV. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P. കൃഷ്ണദാസിന് ലക്കിടി കേസിൽ ഹൈക്കോടതി ഉപാധികളോട് ജാമ്യം അനുവദിച്ചു. കേസ് ഡയറിയിൽ മതിയായ തെളിവില്ലാതെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് കോടതി. ലഹരി വസ്തുക്കളെയും അക്രമങ്ങളെയും മഹത്വവൽക്കരിക്കുന്ന സിനിമകൾ പുതുതലമുറയെ ദോഷകരമായി സ്വാധീനിക്കുന്നു. ഇളം മനസ്സുകളെ സ്വാധീനിക്കുന്നത് സിനിമകളിലെ അരാജകത്വം വിളംബരം ചെയ്യുന്ന സന്ദേശങ്ങൾ. തളിക്കുളം സുനാമി പുനരധിവാസ കോളനിയിലെ വീടുകളിലൊന്ന് 2 ദിവസത്തിനകം വാടാനപ്പള്ളി സ്വദേശി സുജിത്തിന് കൈമാറും. നടപടി TCV വാർത്തയെ തുടർന്ന്. സമൂഹത്തിൽ നേരിന്റെ ഒളിക്യാമറകളായി വൃദ്ധരും പെൻഷൻകാരും മാറണമെന്ന് CPM ജില്ലാ സെക്രട്ടറി K. രാധാകൃഷ്ണൻ. കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഇല്ലാതായതാണ് സമൂഹത്തിൽ പല രൂക്ഷമായ പ്രശ്നങ്ങൾക്കും കാരണമെന്നും രാധാകൃഷ്ണൻ. തൃശൂർ നടുവിലാൽ പരിസരത്ത് വീണ്ടും ഫ്ലക്സ് ബോർഡുകളുടെ പ്രളയം. കാഴ്ച മറയ്ക്കും വിധം ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കരുതെന്ന നിർദ്ദേശം അവഗണനയിൽ TCV തേർഡ് ആയി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ചുങ്കത്ത് ജ്വല്ലറി,